അപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, എല്ലാവരും പൊടിയും മരുന്നും ഒക്കെ കഴിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പൊടിയൊക്കെ അമ്മ നിർബന്ധിച്ചിട്ടുണ്ട്. കാരണം എനിക്കിത് കഴിക്കാനൊന്നും ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഒരു സംഭവം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈത്തപ്പഴ ലേഹം. ഈ ആൾക്കാരും കഴിക്കുന്നതായിരിക്കും അല്ലേ. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ടായിരുന്നു, എല്ലാ വർഷവും നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ തേങ്ങ ഒക്കെ ഓൾറെഡി ചിരവാനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് പണി. അങ്ങനെ ഓരോരുത്തർ സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ചെയ്യും കേട്ടോ. ലാസ്റ്റ് ഇത് ഇളക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തമായിട്ട് കാണിച്ചു തരും കേട്ടോ ഞങ്ങൾ ഈത്തപ്പഴ ലേഹം എങ്ങനെയാണ് വീട്ടിൽ. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഒക്കെയാണ്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ലേഹം എന്ന് പറയുന്നത് പ്രസവിച്ച സ്ത്രീകൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിൽ മരുന്നൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒക്കെ നല്ല നല്ല ഐറ്റംസ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിനാവശ്യമായി ഇവിടെ 5 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ചിരവി എടുത്തതിന് ശേഷം ഇതിലെ പാല് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ ആ പാല് പിഴിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് ഞങ്ങളിവിടെ ഇത് ഈത്തപ്പഴത്തിൻ്റെ കുരു പോക്കിയെടുക്കുകയാണ് കേട്ടോ. 1.5 കിലോ ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് അല്പം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യത്തിന് വെള്ളം വേണം, കാരണം അല്ലേ അടി പിടിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിതാ നിററ്റ് വേവിച്ചെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു സ്പൂണ് വെച്ച് നല്ലപോലെ ഉടച്ചു കൊടുക്കുകയാണ്. കാരണം കട്ടകളൊക്കെ ഉണ്ട്. ഈ ചൂടോടെ തന്നെ നമ്മൾ ഉടച്ചു കൊടുക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും കേട്ടോ. ഓൾറെഡി പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അരിപ്പ വെച്ച് അരിച്ച് നമ്മുടെ ഈത്തപ്പഴത്തിലോട്ടൊക്കെ നന്നായി മിക്സ് ചെയ്ത് ഇത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നമ്മൾ കുറുക്കിയെടുക്കുകയാണ്. ലാസ്റ്റ് നിമിഷത്തിൽ ഇളക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഫുൾ ഈ ലെവൽ വരെ എത്തിച്ചിട്ടുണ്ട് എൻ്റെ കഠിനാധ്വാനം കൊണ്ട്. സോ ഇനി റെസ്റ്റ് നമ്മുടെ ഈത്തപ്പഴം തേങ്ങാപ്പാലുമായി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് ഇതിങ്ങനെ ഇളക്കി കുറുക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം നമുക്കതിങ്ങനെ കുറുക്കി എടുക്കാം. അതാണ് പണി. ഇനി ഇത് കൈവെക്കാതെ ഇളക്കണം, കാരണം അടി പിടിക്കാനോ കരിഞ്ഞു പോകാനോ ഒന്നും പാടില്ല. അത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ വെള്ളമൊക്കെ ഇതിൽ നിന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എള്ള്, അതുപോലെ കുറേ ഡ്രൈ നട്ട്സും കേട്ടോ. നിമിഷം ആകുമ്പോൾ ഇളക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. ആ സമയം ഞങ്ങൾ അച്ഛനെ കൊണ്ടുവന്ന് ഇളക്കിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ഡ്രൈ നട്ട്സ് ആഡ് ചെയ്യാണ്. ബദാം നിങ്ങൾക്ക് ഇതുപോലെ ക്രഷ് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ടോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്ത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, കാരണം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ കിസ്മിസ് ഇതുപോലെ എണ്ണയിൽ വറുത്തിട്ട് ആഡ് ചെയ്തു. ബദാം അങ്ങനെ വറുക്കുന്നൊന്നുമില്ല, നേരിട്ട് ആഡ് ചെയ്യാണ്. കാഷ്യൂ അതുപോലെ തന്നെ വറുത്തിട്ടാണ് കേട്ടോ, നെയ്യിലിട്ട് വറുത്തെടുത്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് എള്ളും കൂടി ആഡ് ചെയ്ത് ഇത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു. അതുപോലെ ഡ്രൈ ആക്കി എടുത്ത് വറ്റിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതൊരു മാസം വരെ സ്റ്റോർ ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്യും.